ധ്യാനത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ കുറച്ച് നല്ല ചിന്തകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മരണത്തിനെ പറ്റിയിട്ട് ബ്രദർ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മൾ മരിച്ചാൽ എന്തായാലും ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള വിചാരം. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് 2 അഡ്വക്കേറ്റ്മാരുണ്ട്, അവരായിട്ട് നമുക്കിപ്പോൾ തന്നെ കൂട്ടാവാം, പിന്നെ മരിച്ചാൽ നേരിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. അത് വെച്ച് മുഴുവൻ മരിക്കാൻ ഇപ്പോഴും പെട്ടെന്ന് മരിക്കാൻ പറയുമ്പോൾ ഒരു പേടിയുണ്ട്. എന്നാലും മുഴുവനായിട്ട് ഞാൻ ബ്രദറിൻ്റെ പോലെ അത്രയ്ക്ക് ആയിട്ടില്ല. ഞാൻ വലിയ ശുശ്രൂഷയൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പറയുമ്പോൾ സ്വർഗസ്ഥനായ എപ്പോഴും ചെല്ലാറുണ്ട്. പള്ളിയിലും ഭക്തിയിലൊക്കെയാണ് എല്ലാ ദിവസവും കുർബാനയിൽ ചെല്ലണമെങ്കിലും ഇപ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ മുമ്പിൽ ഈശോ, പിന്നിൽ കുറേ ആൾക്കാർ, അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പിതാവേ എന്ന് ഒരുമിച്ച് വിളിക്കുക. പിന്നെ അതിൻ്റെ അങ്ങയുടെ 3 ടൈംസും ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞിട്ട് ആ കോർ പ്രാർത്ഥനയിൽ നമ്മൾ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യണേ, അപ്പോൾ കുറേ സമ്പാദിക്കേണ്ട, അന്നന്ന് വേണ്ടുള്ള ഭക്ഷണത്തിനുള്ളത് മാത്രം നമ്മൾ സമ്പാദിക്കണ്ടു. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ആഹാരം പോലെ തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കണു അത് ആ സാധാരണ ആഹാരമല്ല. പിന്നെ ക്ഷമിക്കണം എന്ന് അതിൽ പറയുന്ന മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ 1000 താലന്തിൻ്റെയും 100 ധനാറയുടെയും ആ കമ്പാരിസൺ വന്നപ്പോഴാണ് 5 ധനാറ് പോലും എന്നോട് കടപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കണില്ലല്ലോ എന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. പിന്നെ അതിൽ ഏറ്റവും അവസാനം ഒരു പോയിൻറ്റും കൂടി അതിൻ്റെ തൊട്ട് താഴെ എനിക്ക് അത്രയ്ക്ക് പ്രസംഗം എന്ന് പറയണ പോലെ എനിക്ക് അറിയില്ല, അത് കാരണം അറിയില്ല. പിന്നെ എനിക്ക് അതേനെ ഓർമ്മ വരുമ്പോൾ പറയാം. പിന്നെ മാതാവിൻ്റെയും എലീഷാമ്മയുടെയും കാര്യം പറഞ്ഞപ്പോൾ എലീഷാമ്മ അവർ കൂട്ടായിട്ട് നിന്നിട്ട് അവർ 3 മാസം സങ്കീർത്തനം പാടിയുണ്ടാവും എന്നുള്ള വാചകം. അപ്പം ഞാൻ വിചാരിച്ചു 3 മാസം അവർ സങ്കീർത്തനം പാടി സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ചേച്ചിമാരൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കീർത്തനം പാടാം, അങ്ങനെ എനിക്ക് എന്നിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷം. പിന്നെ അതൊക്കെ പറയുമ്പോൾ ആ നടന്നു വന്ന വഴികളൊക്കെ ഒരു പൊടി പിടിച്ച വഴികളിൽക്കൂടെയൊക്കെ നമ്മളുടെ നല്ല റോഡും നല്ല ആവുകയെന്ന്. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ മനസ്സിൽ ബ്രദർ പറയുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ എല്ലാം ദൈവത്തിന് അറിയാലോ, പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ വെറുതെ ഇരുന്ന് നോക്കി. അപ്പോൾ ബ്രദർ പറഞ്ഞു ബ്രദറിന് 5000 യൂറോ തരാൻ എന്തൊക്കെ എഴുതിയെടുത്തു എന്നൊക്കെ. ഞാൻ വിചാരിച്ചു എന്നോട് എന്തെങ്കിലും പറയണ്ടോ എന്ന് ചോദിച്ച് നോക്കിയപ്പോൾ എന്നോടൊന്നും പറയണ പോലെ എനിക്ക് തോന്നിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ ബ്രദർ പറഞ്ഞല്ലോ സൈക്കിളിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല എന്ന്, അപ്പോൾ പെട്ടെന്ന് വീഴുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് വീഴുമല്ല, എനിക്ക് കയറാൻ പോലും സൈക്കിളിൽ പെഡലിൽ പോലും കാല് വയ്ക്കാൻ ഉള്ള പോലെ ഞാൻ ആയിട്ടില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. പിന്നെ ബ്രദർ പറഞ്ഞു ഒരു കുട്ടിയുടെ അമ്മ ബാംഗ്ലൂരാണ് അവരുടെ മകള് എന്നൊക്കെ. ആ കാര്യം ഞാൻ എപ്പോഴും പേടിക്കുന്നത്. എനിക്ക് 27 വയസ്സുള്ള ഒരു മകനുണ്ട്, ബാംഗ്ലൂരാണ് ജോലി ചെയ്യണത്. അപ്പോൾ അവൻ്റെ കൂടെ പോയി നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല, അവരൊറ്റയ്ക്കാണ് താമസിക്കണത്. പക്ഷേ നല്ല ദൈവവിശ്വാസത്തിലും ഓൾട്ടർ ബോയ് ആയിരുന്നു, നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് മകനെ ഞാൻ വളർത്തിയിട്ടുള്ളത്. പക്ഷേ ഓരോന്ന് പേപ്പറിൽ വായിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പറയണ കേൾക്കുമ്പോഴും എനിക്ക് അപ്പം പേടിയാണ്. അപ്പം ഞാൻ ഫോൺ എടുക്കും, മോനെ എന്താ ചെയ്യണേ അങ്ങനെ ചോദിച്ചിട്ട്. അതവന് ഭയങ്കര വിഷമാവും. പറയും മമ്മി എന്താ എപ്പോഴും എങ്ങനെ വിളിക്കണേ, അതിനൊന്നും വിഷമിക്കണ്ട, ഇപ്പം 4-5 വർഷമായി അവിടെ ജോലി ചെയ്യണു, ഒന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്നും പേടിയാണ്. അത് കാരണം തന്നെ ചിലപ്പോൾ കൊന്തയുടെ ഒരു രഹസ്യം ഫോണിൽ കൂടെ ചെല്ലും, കരുണക്കൊന്തയുടെ കുറച്ച് ചെല്ലും. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും അവനെ പ്രാർത്ഥനയിൽ അടുപ്പിച്ച് നിർത്താൻ, അല്ലെങ്കിൽ 91-ാം സങ്കീർത്തനം ഇടയ്ക്ക് ധൃതിയിൽ വേഗം വായിക്കും. അവൻ ജോലിയിലാണെങ്കിൽ പോലും ഇതൊന്ന് കേൾക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിക്കുന്ന ഒരു മകനെ പറ്റിയിട്ട് എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. അപ്പോഴാണ് ബ്രദർ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി വിഷമമാണ്. പക്ഷേ ഞാൻ ഇവിടെ വരുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പ് എന്നും 5 മണിക്കാണ് എഴുന്നേൽക്കുക. ശാലോമിൽ കൊന്ത വയ്ക്കും, അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ 6 മണിയുടെ കുർബാനയ്ക്കാണ് പോവുക. പക്ഷേ എന്നും അലാം വെച്ച് 5 മണിക്ക് എഴുന്നേൽക്കണം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 4 മണിയാകുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കും. അപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ മോനെയാണ് ആലോചിക്കാറ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അവൻ എൻ്റെ ഫോണിൽ നോക്കി അറിയാം
അവന് ആ സമയത്ത് ഞാൻ വെറുതെ ഒരു മെസ്സേജ് വിടും, അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ എന്നൊക്കെ വിടും. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കണോ, ബ്രദർ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടിയുടെ അമ്മോട് 4 മണി, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റത് ജ്ഞാനം വായിക്കാനാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ബ്രദറിന് നന്ദി.